കുരുക്ഷേത്രത്തിന്റെ 11-ാം നാൾ യുദ്ധം അവസാനിക്കുമ്പോഴേക്കും വൃഷസേനൻ പോരിലെയ്ത ശരജ്വാലം 10 ദിക്കിലേക്കും ചുറ്റി. തേർ, ആന, കുതിര, കാലാൾ എന്നിവയെല്ലാം പിളർന്നു. അവന്റെ ദീപ്തങ്ങളായ ശരങ്ങൾ വേനൽക്കാലത്ത് അർക്കന്റെ രശ്മികൾ പോലെ പുറപ്പെട്ടു. അവൻ മർദ്ദിച്ച കുതിരകളും തേരാളികളും കാറ്റേറ്റ വൃക്ഷം പോലെ മണ്ണിൽ പതിഞ്ഞു. അവൻ അസംഖ്യം കുതിരകളെയും തേർനിരയെയും ആനകളെയും ആ പോരിൽ വീഴ്ത്തി. 100ഉം 1000ഉം വീഴ്ത്തി. നിർഭയം അവൻ പോരിൽ ഒറ്റയ്ക്ക് ചുറ്റുന്നത് കണ്ടപ്പോൾ രാജാക്കന്മാർ ഒന്നിച്ചു വന്ന് 4 പാടും വളഞ്ഞു. ശതാനികൻ, നകുലജൻ എന്നിവർ വൃഷസേനനോട് ഏറ്റു. മർമ്മം വിളക്കുന്ന 10 നരാജങ്ങൾ എയ്തു. എന്നാൽ അവരുടെ വില്ലും കൊടിയും കർണപുത്രൻ അറുത്തു. ഭ്രാതാവിനെ കാക്കുവാൻ ഉടനെ തന്നെ പാഞ്ചാലിപുത്രന്മാർ എത്തി. അവർ ശരജ്വാലം കൊണ്ട് കർണപുത്രനെ മൂടി. അവരെ മാറ്റുന്നതിനായി ദ്രൗണി തുടങ്ങിയ മഹാരഥന്മാർ വന്നു ചേർന്നു. അവർ ദ്രൗപദേയന്മാരായ മഹാരഥന്മാരെ ശരവർഷം കൊണ്ട് മൂടി. ഉടനെ തന്നെ പുത്രരക്ഷകരായ പാണ്ഡുപുത്രന്മാർ അവിടെ എത്തിച്ചേർന്നു. പാഞ്ചാലന്മാരും സൃജയന്മാരും കേകയന്മാരും മത്സ്യരും അവിടെ എത്തി. രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു മഹായുദ്ധം കഠോരമായി നടക്കുന്നു. കുരു പാണ്ഡവന്മാർ അത്ര കഠോരമായി പോരാടുന്നു. ആ തേജസ്വികളുടെ ശരീരങ്ങൾ കോപത്തോടെ വിറച്ചു. ഖഗങ്ങൾ സർപ്പങ്ങളുമായി പോരാടുന്ന വിധം പോർ ചെയ്തു. ഭീമൻ, കർണൻ, കൃപൻ, ദ്രൗണി, സാത്വകി, പാർഷദൻ എന്നിവർ കാലസൂര്യൻ ഉദിച്ച മാതിരി പടക്കളത്തിൽ വിളങ്ങി. തമ്മിൽ കൊന്നുമുടിക്കുന്ന ആ യുദ്ധം ഭയങ്കരമായി. ശക്തിയേറിയ ദേവസംഘം ശക്തരായ ദാനവന്മാരോട് ഏറ്റുമുട്ടുന്നത് പോലെ, ഇളകുന്ന മഹാസമുദ്രം പോലെ ആർത്തിരമ്പുന്ന ധർമ്മപുത്രരുടെ പെരുമ്പട. മഹാരഥന്മാരടക്കമുള്ള ഒരുപാട് പേരെ സംഹരിച്ച് ഒതുക്കി. ശത്രുക്കളെ മുറിവേൽപ്പിച്ച പട ചിന്നുന്നത് കണ്ട് ദ്രോണർ വിളിച്ചു പറഞ്ഞു: ഹേ വീരന്മാരെ, നിങ്ങൾ ഓടരുത്, പോരാടുക. ശോണവാഹനൻ പാണ്ഡവപ്പടയിലേക്ക് കയറി ധർമ്മപുത്രരോട് ഏറ്റു. പാഞ്ചാല കീർത്തകരനും ചക്രം കാക്കുന്നവനുമായ കുമാരൻ ദ്രോണർ എത്തുന്ന സമയത്ത് ആഴിയെ കരയെന്ന പോലെ തുടച്ചു നീക്കി. ദ്രോണർ ശിഖണ്ഡിയിലേക്കും നകുലനിലേക്കും സഹദേവനിലേക്കും ധർമ്മപുത്രരിലേക്കും ദ്രൗപദേയന്മാരിലേക്കും സാത്വകിയിലേക്കും വിരാടരാജനിലേക്കും ശരങ്ങൾ പായിച്ചു. യോദ്ധാക്കന്മാരെ ഇളക്കി വമ്പരെ നോക്കി ധർമ്മരാജാവിനെ പിടികൂടുവാനായിരുന്നു അത്. ഉടനെ തന്നെ കേകേയ പാഞ്ചാല വീരന്മാർ, വിരാടൻ, ശിബി, സാത്വകി, പാഞ്ചാല്യന്മാർ, വ്യാഘ്രദത്തൻ, വീര്യവാനായ സിംഹസേനൻ എന്നിങ്ങനെ തുടങ്ങി വെവ്വേറെ പലതരം രാജാക്കന്മാരും അവരുടെ സൈന്യവും യുധിഷ്ഠിരന്റെ രക്ഷയ്ക്കായി എത്തി. ശരവർഷം പൊഴിച്ചു. കൂടാതെ പാഞ്ചാലിപുത്രന്മാർ ദ്രോണരെ ഏതു. സ്വർണം, വെള്ളി, മാണിക്യം, മണി, ഇന്ദ്രനീലം, വജ്രം, പവിഴം, സ്ഫടികം എന്നിവയാൽ വിചിത്രമായി ശോഭിക്കുന്ന തേർത്തട്ടിൽ പാർത്ഥൻ അവിടെ എത്തിച്ചേർന്നു. പിന്നീട് പാർത്ഥനും ദ്രോണരും തമ്മിലായി യുദ്ധം. ആ യുദ്ധം അതിൻ്റെ കൊടുമ്പിരിയിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ 11-ാം ദിവസത്തെ യുദ്ധത്തിൻ്റെ അവസാനം ഗുരുവിന് തുല്യനായ ശിഷ്യനും ശിഷ്യന് തുല്യനായ ഗുരുവും അവർ തമ്മിൽ പോരാടി.